ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SCRT-യുടെ പുതിയ ടെക്സ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കോളം കട്ടിങ്സ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മനുഷ്യ മൂലധന രൂപീകരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. അപ്പൊ മനുഷ്യ മൂലധന രൂപീകരണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഫാക്ട്സ് ആണ് ഇമ്പോർട്ടൻസ്? വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. ഈ പറയുന്ന 5 കാര്യങ്ങളാണ് മനുഷ്യ മൂലധന രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. അടുത്തത് നമുക്ക് വരുന്നത് അതായത് ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ടാണ്. പഴയ ടെസ്റ്റിനകത്തും ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. മഹാനദി എന്ന് പറഞ്ഞത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ചോദ്യങ്ങൾ ഈ ഒരു ടേംസിലാണ് പരീക്ഷയ്ക്കകത്ത് 2024 വന്നിരിക്കുന്നത്. റായ്പൂരിലെ സിവാഹായിൽ നിന്നിട്ടാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദി ആയാലും ഗോദാവരി ആയാലും കൃഷ്ണ ആയാലും കാവേരി ആയാലും പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഉപദ്വീപിയൻ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാവേരി ബ്രഹ്മഗിരി കുന്നുകൾ കർണാടകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാവേരി ബ്രഹ്മഗിരി കുന്നുകൾ കർണാടകം. ഇനി മഹാനദിയുടെ പോഷക നദികൾ ഇബും ടെല്ലും ആണ്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരി ആണെങ്കിലോ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് ആണ് ഗോദാവരി. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. കൃഷ്ണയാണെങ്കിൽ തുംഗഭദ്രയും ഭീമയും. ഇനി ഇവിടെ കൊയ്നയും അഡീഷണലി കൊടുത്തിട്ടുണ്ട്. പഴയ ടെസ്റ്റിനകത്ത് ഇന്ദ്രാവതിയും ശബരിയുമാണ് ഗോദാവരിയുടെ വരുന്നത്. ഇവിടെ പ്രൺഹിത കൊടുത്തിട്ടുണ്ട്. കൃഷ്ണയാണെങ്കിൽ എന്താണ്? കൊയ്നയും കൂടെ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നു അതോടെ നമ്മൾ ഓർത്തു വെച്ചേക്കണം. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ്, കൃഷ്ണ. അടുത്തത് കാവേരി ആണെങ്കിൽ കർണാടകം, തമിഴ്നാട്, കേരളം. കർണാടകം, തമിഴ്നാട്, കേരളം. കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പൊ ഇത് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നർമ്മദയും താപ്തിയും കൂടെ ഉണ്ട്. അതായത് അമർഖണ്ഡിൽ നിന്നിട്ടാണ് ഈ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് പോയിട്ട് അറബിക്കടലിൽ പതിക്കുന്നതാണ്. അറബിക്കടലിൽ നർമ്മദയും താപ്തിയും. ഉപദ്വീപിയൻ നദികൾ ടോട്ടൽ 6 എണ്ണമാണ് വരുന്നത്. അതിനകത്ത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് നർമ്മദയും താപ്തിയും വരുന്നത്. കണ്ടക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മധ്യപ്രദേശിലെ അമർഖണ്ഡക്കിൽ നിന്നിട്ടാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. ഹിരണും ബെഞ്ചാറുമാണ് പോഷക നദികൾ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ നിങ്ങൾ പഠിച്ചോണം കൃത്യമായിട്ട് കേട്ടോ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കൂടിയിട്ടാണ് നർമ്മദ കടന്നു പോകുന്നത്. ഇനി താപ്തി ആണെങ്കിലും അതേ സെയിം റൂട്ടിൽ തന്നെയാണ്. സോ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മുൾത്തായ് പീഠഭൂമിയിൽ നിന്നിട്ടാണ്, മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നിട്ടാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. പൂർണ്ണ, ഗിർണ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. പൂർണ്ണ, ഗിർണ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങൾ ഖാരിഫ്, റാബി, സൈദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വിവിധയിനം വിളകൾ കൃഷി ചെയ്യുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് അടുത്ത് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. അപ്പം ഈ ഖാരിഫ് ഏത് കാലഘട്ടം? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിനോട് അടുത്ത. ശൈത്യമാണ് എങ്കിൽ റാബി വരവോടെ ആരംഭിക്കുന്നു. റാബി വിളവെടുപ്പുകളുടെ ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. വേനൽക്കാലം സൈദ്, ശൈത്യകാലം റാബി, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഖാരിഫ്. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രധാന വിളകളും അവരുടെ കാർഷിക കാലങ്ങളും പഠിക്കണം.
ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്നിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഖാരിഫ് എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഉള്ളത് ഖാരിഫ് ആണ്. ഉഷ്ണമേഖലാ വിളകളാണ് നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര മുതലായവയാണ് പ്രധാനമായിട്ടും ഖാരിഫിനകത്ത് വരുന്നത്. നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര. റാബി ആണെങ്കിലോ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. മിതോഷ്ണ ഉപോഷ്ണ വിളകൾ. അപ്പൊ നമുക്ക് ചോദ്യം വരാം, മിതോഷ്ണ ഉപോഷ്ണ വിളകൾ ഏത് കാർഷിക കാലത്ത്? റാബി. ഉഷ്ണമേഖലാ വിളകൾ ഏത് ടൈമിൽ? ഖാരിഫ്. ഇപ്പൊ മിതോഷ്ണം ഉപോഷ്ണ വിളകളായിട്ടുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി മുതലായവ റാബി കാർഷിക കാലത്താണ്. അത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൈദ് ആണെങ്കിൽ എന്താണ്? ഏപ്രിൽ മുതൽ ജൂൺ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ മുതൽ ജൂൺ വരെ എന്നിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ എന്നിവ സൈദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏപ്രിൽ മുതൽ ജൂൺ വരെ. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട് ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. തദ്ദേശീയരായിട്ടുള്ള ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 99 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങൾ ആണ്. നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്ത് പരിസ്ഥിതി നാശം കുടിയൊഴിപ്പിക്കുന്നതുമായിട്ട് കാരണമായിട്ടുണ്ട്. 94 മുതൽ 99 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ആണ്. ജസ്റ്റ് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് 10th ലെവൽസിന് വേണ്ടിയിട്ട് 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് നമ്മൾ ടെലഗ്രാം വഴിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. PSC ബുള്ളറ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളത്തിന്റെ 2021 മുതൽ 25 വരെയുള്ള ഏകദേശം 2000+ PYQs ഇതിനകത്തൂടെ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. ദെൻ എന്താണ് ഈ പുതിയതായിട്ടുള്ള SCRT, NCRT കണ്ടന്റ്സും എല്ലാം അവൈലബിൾ ആയിരിക്കും. എല്ലാം കൂടെ ചേർത്ത് അതിന്റെ PDF ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സും എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും വരുന്നത്. ക്ലാസ്സസ്, സ്റ്റഡി പ്ലാനും എല്ലാ ദിവസവും അതാത് ദിവസവും പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം വരുന്നത് ടെലഗ്രാം വഴിയിട്ടായിരിക്കും വരുന്നത്. അപ്പം അതിന്റെ ഫീസ് ജസ്റ്റ് ഇത്രയുമാണ് ഉള്ളത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ 3 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.